വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാമച്ചായനും ഗ്രേസിയെയും ദേവതിക്കുട്ടിക്ക് കുറച്ച് ഡ്രസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാനുള്ളതും പുറത്ത് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇടാനുള്ള നല്ല ഡ്രസ്സുകളാണ് എടുത്തു കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ നമ്മുടെ രേവതിക്കുട്ടികളുടെ കണ്ണിങ്ങനെ നിറയുന്നുണ്ട്. ഗ്രേസി ചോദിക്കുന്നുണ്ട്, മോളെ നിനക്ക് ഇഷ്ടമായോ? നമ്മുടെ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അത് എല്ലാം ഇഷ്ടമായി. എനിക്കും അലീന ചേച്ചിക്കും ഡ്രസ്സുകളെല്ലാം ഞങ്ങൾ ഓരോ വീടുകളിലായി പോയി ചോദിച്ച് വാങ്ങിയിട്ടാണ് ഇടാറുള്ളത്. ഇങ്ങനെ ആരും ഞങ്ങൾക്ക് എടുത്തു തന്നിട്ടില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേസിയ മാമച്ചായനെ ഒന്ന് നോക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന വേറൊരു കവർ കൂടി എടുത്ത് രേവതിക്കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഗ്രേസിയ പറയുന്നുണ്ട്, ഇത് നിനക്കുള്ള ഹെയർ ബാൻഡ്, ഹെയർ സ്പ്രേ, ക്രീമുകൾ, ലോഷൻ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. ഇത് എല്ലാം നിനക്ക് ഇഷ്ടമായോ എന്ന് നോക്കിയെന്ന് പറഞ്ഞു കൊടുക്കുക. ഇതുകൂടെ കാണുന്ന സമയത്ത് നമ്മുടെ രേവതിക്കുട്ടിക്ക് സന്തോഷം കൊണ്ട് കണ്ണുകളിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ചെല്ല്, നീ റൂമിലേക്ക് പോയിക്കോ എന്ന് ഗ്രേസി പറയുന്ന സമയത്ത് രേവതിക്കുട്ടി ആ സാധനങ്ങളെല്ലാം എടുത്ത് സ്റ്റെയർ കേസ് കയറി പോകുന്നുണ്ട്. ഇത് കണ്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഗ്രേസിയ. എന്നിട്ട് മാമച്ചായനോട് പറയുന്നുണ്ട്, കണ്ടോ മാമച്ചായ, അവളുടെ സന്തോഷം കണ്ടോ? അവൾക്ക് ഇതുവരെ ഇങ്ങനെയൊന്നും ആരും എടുത്തു കൊടുത്തിട്ടുണ്ടാവില്ല എന്നിങ്ങനെ പറയുമ്പോൾ മാമച്ചായനും പറയുന്നുണ്ട്, എന്തായാലും നിനക്കിത് ഈ ഒരു കാര്യം ചെയ്യാൻ തോന്നിയത് നന്നായി ഗ്രേസിയ എന്ന് പറയാണ്. പിന്നീട് നമ്മുടെ മനു കടപ്പാറ്റത്തിലേക്ക് വരുന്നുണ്ട്. കോളിംഗ് ബെൽ അടിച്ചതും അലീന വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. മനുവിനെ കണ്ടതും അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാണ്. ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ മനുവേട്ടൻ വരുമെന്ന്. കോളിംബൽ അടിക്കുമ്പോൾ മനുവേട്ടനായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്നിങ്ങനെ പറയാ. ഇത് കേട്ടതും അങ്ങനെയൊന്നും ആവില്ല എന്ന് മനു പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ പറയുന്നത്? അല്ല, നീ ചിന്തിച്ചത് കൊണ്ടല്ല ഞാൻ വന്നത്, ഞാൻ വന്നതുകൊണ്ട് നീ ചിന്തിച്ചു, അങ്ങനെ ആയിരിക്കുമെന്ന് മനു പറയുന്നുണ്ട്. നിനക്ക് സുഖമാണോ? വൈജയന്തി ചേച്ചി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് അലീന ഒന്ന് പരുങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഉണ്ടെങ്കിലും അറിയാത്തത് കൊണ്ടല്ലേ എന്നിങ്ങനെ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാണ്. ഇത് കേട്ട് മനു ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അലീനയെ. എന്താ പറഞ്ഞത് എന്ന് മനു ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, അല്ല, ഞാനൊരു പാവമാണെന്ന് അറിയത്തില്ലല്ലോ, എൻ്റെ സ്വഭാവം ആൻറ്റിക്ക് അറിയത്തില്ലല്ലോ, അത് അങ്ങനെ ആയിരിക്കുമെന്ന് പറയാണ്. അപ്പോൾ മനു പറയുന്നുണ്ട്, എനിക്കും നിൻ്റെ സ്വഭാവം അറിയത്തില്ലല്ലോ എന്നിങ്ങനെ തമാശ മട്ടിൽ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട, എന്നെ പറ്റി ആരും അറിയാതിരിക്കുന്നതാ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അലീന റൂമിലേക്ക് പോവാണ്. അങ്ങനെ മനു സൗദാമിനിക്കുട്ടിയെ എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറി വരികയാണ്. മനുവിനെ കണ്ടതും മുത്തശ്ശിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. മോനെ എപ്പോൾ വന്നടാ? ഞാനിത് എപ്പോൾ വന്നതേ ഉള്ളൂ. കാലൊക്കെ സുഖമായോ? എങ്ങനെയുണ്ട്, സുഖമല്ലേ എന്ന് മുത്തശ്ശിയോട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അലീന മോളുണ്ടല്ലോ, അവൾ എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ധൈര്യമാണ് എന്നിങ്ങനെ മുത്തശ്ശി സന്തോഷത്തോടെ പറയുന്നുണ്ട്. നീ എന്താ മുത്തശ്ശിക്ക് കൊണ്ടുവന്നിരിക്കണേന്ന് ചോദിക്കേണ്ടത്. ഇത് കേട്ടതും മനു തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, അയ്യോ മുത്തശ്ശി, ഞാൻ മറന്നുപോയി, ഇനി അടുത്ത തവണ വരുമ്പോൾ ഞാൻ വരാം, എന്നായാലും ഞാൻ 2 ദിവസം ഇവിടെ ഉണ്ടെന്ന് പറയുകയാണ്. ഇത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ടടാ, ഞാൻ വെറുതെ ചോദിച്ചതാ, നീ എനിക്ക് അലീന മോളെ കൊണ്ടുവന്ന് തന്നല്ലോ, എനിക്ക് അത് തന്നെ ധാരാളം എന്ന് പറയുകയാണ്. പിന്നെ മനു ചോദിക്കുന്നുണ്ട്, അത് നമ്മുടെ അലീനയും നമ്മുടെ വൈജയന്തി ആൻറ്റിയും തമ്മിലുള്ള കെമിസ്ട്രി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അത് വല്ലാത്തൊരു തരം കെമിസ്ട്രി തന്നെയാടാ മോനെ. അവൾക്കുണ്ടല്ലോ നമ്മുടെ അലീന എന്ത് ചെയ്താലും പറ്റത്തില്ല, എന്തിനും കുറ്റം പറയും. പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്താലും അവളത് രസമില്ലെന്നേ പറയത്തുള്ളൂ. പിന്നെ ഒരു ദിവസം ഇവിടെ ഒരു സംഭവം ഉണ്ടായി, എന്താണെന്ന് മനു ചോദിക്കുന്നുണ്ട്. അതേ, നമ്മുടെ വൈജയന്തിയുടെ 1.5 പവൻ്റെ മോതിരം കാണാതായി. ഇവിടെ ഉണ്ടായ പുകില് നീ കാണണം. എന്താ പോലീസിനെ അറിയിക്കുമെന്ന് പറയലും, നമ്മുടെ അലീനയുടെ ബാഗ് തപ്പലും റൂം സെർച്ച് ചെയ്യലും, ഇവിടെ ഒരു പുകില തന്നെ ആയിരുന്നുടാ മോനെ. എന്നിട്ട് മോതിരം കിട്ടിയോന്ന് മനു ചോദിക്കാണ്. കിട്ടി, അവളുടെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു, അവളുടെ പേഴ്സിൽ. ഇതാണ് പറയുന്നത് മുത്തശ്ശി, ആരെയും സംശയിക്കരുതെന്ന്. കണ്ടില്ലേ, അലീനയെ സംശയിച്ചപ്പോൾ അലീനയ്ക്ക് എത്ര വിഷമമായിട്ടുണ്ടാവും. അത് വല്ലതും ചിന്തിച്ചോ ആൻറ്റി? എന്നിട്ട് അലീന ആൻറ്റി അത് കിട്ടിയതിന് ശേഷം വൈജയന്തി ആൻറ്റി അത് കിട്ടിയതിന് ശേഷം അലീനയോട് മാപ്പ് പറഞ്ഞോ, ഒരു സോറിയെങ്കിലും പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ജയമോളല്ലേ, അവളല്ലേ സോറി പറയുന്നേ, അവൾക്ക് അതിനൊക്കെ കഴിയോ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. അപ്പോഴേക്കും നമ്മുടെ മനു അലീനയെ എന്നിങ്ങനെ നീട്ടി വിളിക്കുന്നുണ്ട്. അലീന അങ്ങോട്ടേക്ക് വരികയാണ്.
അലിനി നീ എന്താ മോതിരത്തിൻ്റെ കാര്യം എന്നോട് പറയാഞ്ഞതെന്ന് മനു ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും നമ്മുടെ അലീനെ മുത്തശ്ശി ഒന്ന് സൂക്ഷിച്ച് നോക്കാം. മുത്തശ്ശി ഇങ്ങനെ തല തിരിക്കുന്നുണ്ട്. അപ്പം മനസ്സിലായി അലീനയ്ക്ക് മുത്തശ്ശി മനുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന്. അലീന പറയുന്നുണ്ട്, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, എന്നാലും നീ എന്നോട് പറയേണ്ടതല്ലേ, നിൻ്റെ കയ്യിൽ ഫോണില്ലേ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ കയ്യിലില്ല, മമ്മിയുടെ കയ്യിലുണ്ടായിരുന്ന ഫോണുണ്ട്, അതൊരു സ്വിച്ച് ഫോണാണ്, പഴയ ഫോണെന്ന് പറയുകയാണ്. എന്നിട്ട് അതെവിടെ കാണട്ടെ എന്ന് പറയാം കേട്ടോ. അങ്ങനെ അലീന ബാഗിൽ നിന്നും ആ ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്. മനു അത് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇത് ഫോൺ ഇറങ്ങുന്ന കാലത്തുള്ള ഫോണാണല്ലോ അലീനെ, ഇത് ഡീആക്ടിവേറ്റ് ആയിട്ട് കിടക്കുവാണ്, നീ അതിൻ്റെ നമ്പർ താ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്പർ എടുത്ത് കൊടുക്കുന്നുണ്ട്. മനു അതിൽ റീചാർജ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, ദേ ഞാൻ റീചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എത്ര രൂപയാ? അപ്പോൾ മനു പറയാണ്, നിനക്ക് കടം വീട്ടിലാണല്ലോ നിൻ്റെ മെയിൻ ജോലി, ഇനി ആ കാശ് എനിക്ക് തരാനായിരിക്കും. എന്തായാലും നീ പോയി കടുപ്പത്തിലൊരു ചായ ഇട്ടുകൊണ്ട് വാ, ഈ ക്യാഷ് ഞാൻ അതിലേക്ക് വരവെച്ചോളാം എന്ന് പറയുന്നുണ്ട്. അലീന സന്തോഷത്തോടെ ചായ എടുക്കാനായി കിച്ചണിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ മനു അലീനയ്ക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ അലീനയോട് നല്ല സോഫ്റ്റായി പെരുമാറുന്നത് കണ്ട് നമ്മുടെ മുത്തശ്ശി നല്ല ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, രണ്ടുപേരെ ഇങ്ങനെ നോക്കിക്കൊണ്ട്. അങ്ങനെ അലീന മനുവിനുള്ള ചായയുമായിട്ട് വരുന്നുണ്ട്. മനു ടേബിളിൽ ഇരിക്കുന്നുണ്ട്. അലീന നീയും ഇരിക്കുമെന്ന് പറയാണ്. മനുവായിട്ട് ഇരിക്കുക കഴിക്കുക എന്ന് പറയുന്നു. അങ്ങനെ ചായ എടുത്ത് കഴിക്കുന്നപ്പോൾ എന്താ നിനക്കെടുത്തില്ലേ ചായ എന്ന് മനു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാനിപ്പോൾ കഴിച്ചതേ ഉള്ളൂ. അപ്പോൾ ചായയും കുടിച്ചു. മനു പറയുന്നത്, ഞാനും വീട്ടിൽ നിന്നും കഴിച്ചിട്ടാണ് വരുന്നത്. എന്തായിരുന്നു വീട്ടിൽ പലഹാരം എന്ന് ചോദിക്കുകയാണ് അലീന. അത് പുട്ടും പഴവും അതെന്നും അങ്ങനെ തന്നെയാ, എന്നും പുട്ടും പഴം അമ്മ ഉണ്ടാക്കുക. അതെന്താ മനുവേട്ട അങ്ങനെയെന്ന് അലീന ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെയാ, അതൊരു വലിയ കഥയാ എന്ന് പറഞ്ഞ് ചായ കുടിക്കുകയാണ് മനു പറയുന്നുണ്ട്, അതെ നിനക്കറിയില്ലേ നമ്മുടെ വീടിന് പിറകിലുള്ള ഒരു പറമ്പ്. അപ്പം അലീന പറയുന്ന, എനിക്കറിയാം, ആ പറമ്പിലെ നിറയെ വാഴയാ, അതിലെ ഒരു കൊല പഴുക്കുമ്പോൾ അത് കഴിയുന്നവരെ പുട്ടുപഴം ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാലെങ്കിലും തീരുമെന്ന് വിചാരിക്കുമ്പോൾ അടുത്ത കൊല പഴുക്കും, പിന്നെയും പുട്ടുപഴം. ഇതിങ്ങനെ കേട്ടിട്ട് അലീന പൊട്ടിച്ചിരിക്കുകയാണ് മനുവിൻ്റെ ഈ സംസാരം കേട്ടിട്ട്. മനുവും ചിരിക്കുന്നുണ്ട്. ഇതിങ്ങനെ ലോകാവസാനം വരെ പോയിക്കൊണ്ടിരിക്കും അലീനയെന്ന് പറയുകയാണ് മനു. പക്ഷെ മനുവേട്ടാ, ഞാൻ അവിടെ ഉണ്ടായിരിക്കുന്ന സമയത്ത് എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അതല്ലേ രസം, അന്ന് നീ ഉണ്ടായിരുന്നല്ലോ അലീനെ, നാളെ ഇടിയപ്പം ഉണ്ടാക്ക്, മറ്റന്ന് ഇഡ്ഡലി ഉണ്ടാക്ക് എന്നൊക്കെ നിന്നോടിങ്ങനെ പറഞ്ഞാൽ പോരെ, അതുകൊണ്ടാണ് അന്ന് ഉണ്ടായിരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അലീന വീണ്ടും ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മതി മനുവേട്ടാ, എനിക്ക് ചിരിച്ച് വയറു വേദനിക്കണമെന്ന് പറയാണ്. ഇപ്പോൾ മനസ്സിൽ ടെൻഷനൊക്കെ കുറഞ്ഞില്ലേ എന്ന് മനു ചോദിക്കുന്നുണ്ട്. കുറഞ്ഞു എന്ന് മനു അലീന തനയാട്ടുന്നുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വരാം, എന്നിട്ട് ഇങ്ങനത്തെ കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയും, അപ്പോൾ നിൻ്റെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ ചിരിച്ച് തള്ളിയേക്കണം എന്ന് പറയുമ്പോൾ അലീന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മനുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അലീനെ, ഞാൻ ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് മാറിയാലോ എന്ന് ചിന്തിക്കുക. ആണോ മനുവേട്ട? അവിടെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഇൻഫോം പാർക്കിൽ, അവിടെ കുറച്ച് ശമ്പളം ബാംഗ്ലൂരിനേക്കാളും കുറവായിരിക്കും, എങ്കിലും എറണാകുളത്ത് വീട്ടിൽ വന്ന് പോവാൻ പറ്റും എന്നിങ്ങനെ പറയുകയാണ്. ഇത് നിൻ്റെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുന്നുണ്ട് മനു. അപ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ ഞാനെന്ത് പറയാനാ, ഞാനൊരു ഇവിടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ല അലീനെ, വരണമെങ്കിൽ വരണം, വരണ്ടെങ്കിൽ വരണ്ട എന്ന് പറ, ഇതിലേതെങ്കിലും ഒന്ന് പറയാ എന്നിങ്ങനെ വീണ്ടും മനു പറയാണ്. അപ്പോഴും അലീന ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ പറയാനുള്ള അവകാശം എനിക്കില്ലല്ലോ, ഞാനിവിടെ പണിയെടുക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ് അലീന. ഇത് കേൾക്കുന്ന സമയത്ത് മനുവിന് ഒരുപാട് വിഷമമാവുന്നുണ്ട്. അലീനയും മനുവും കൂടി പരസ്പരം ഒന്ന് നോക്കുന്നുണ്ട്. മനു പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ഞാൻ പോട്ടെ. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് പോവോ? ഇല്ല, ഞാൻ നാളെ രാവിലെ പോവത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്നും പോകുന്നുണ്ട്. അലീന മനുവിൻ്റെ പിറകെ ചെല്ലുന്നുണ്ട്. മനു പറയുന്നുണ്ട്, നിൻ്റെ കയ്യിൽ ഇപ്പോൾ ഫോണുണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. ശരി എന്ന് അലീന പറയുന്നുണ്ട്. മനു പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പോട്ടെ എന്ന് ഒന്നുകൂടി യാത്ര പറഞ്ഞ് മനു അവിടെ നിന്ന് ഇറങ്ങുന്നു. കാറിന് അടുത്തെത്തിയതും ഡോറ് തുറന്നുകൊണ്ട് അലീന ഒന്നുകൂടി തിരിഞ്ഞു നോക്കിക്കൊണ്ട് ശരി എന്ന് തലയാട്ടുന്നുണ്ട്. അങ്ങനെ മനു അവിടെ നിന്നും പോകുന്നു. അലീന ഡോറടച്ച് അകത്തേക്ക് പോവാണ്. മാമച്ചായനും ഗ്രേസിയെയും ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവിടെ രേവതിക്കുട്ടി ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. നീ എന്താടി ഭക്ഷണം കഴിക്കുന്നില്ലേ രേവതി എന്ന് ചോദിക്കുന്നുണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് രേവതി പറയാണ്. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, ഇവളുടെ ഐഡിയ എന്താണെന്ന് അറിയോ ഗ്രേസിയെ, നമ്മൾ പോയി കഴിഞ്ഞാലേ വെട്ടി വിഴുങ്ങല ഇവളുടെ പണി, നീ എന്തൊക്കെയാണ് ഇവിടുന്ന് വെട്ടി വിഴുങ്ങുന്നത് എന്ന് മാമച്ചായൻ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതെ 2 പ്ലേറ്റ് ചോറ്, ഹാഫ് ചിക്കൻ,
പിന്നെ 1/2 കിലോ മട്ടൻ ഇതൊക്കെ കഴിക്കുന്നുണ്ട് ഞാൻ. ഓ എടി കുടുംബം തറവാടാവുമല്ലോടി എന്നിങ്ങനെ മാമച്ചായം പറയുന്നുണ്ട്. അപ്പോൾ ഗ്രേസിയ പറയുന്നുണ്ട്, അതെ മാമച്ചായ, ഇവളുടെ സ്വഭാവം നിങ്ങൾക്കറിയോ, നമ്മൾ പോയി കഴിഞ്ഞാലേ നമ്മളുടെ ബാക്കിയെല്ലാം കഴിക്കല, വേസ്റ്റെല്ലാം കഴിക്കല ഇവൾക്ക് പണി. ഇത് കേട്ടിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതെ ഞങ്ങളൊരു നേരത്തെ ഭക്ഷണത്തിന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അതിൻ്റെ വില എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കഴിക്കുന്നതെന്ന്. അപ്പോൾ ഗ്രേസിയ പറയുന്നുണ്ട്, ഇനി മുതൽ ഞങ്ങൾ ഭക്ഷണം വേസ്റ്റ് ആക്കത്തില്ല, നിനക്ക് ഞങ്ങൾ വാക്ക് തരുന്നു, ദേ നീ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് പലഹാരവും ചപ്പാത്തിയും കറികളെല്ലാം ഒഴിച്ച് കിച്ചണിലേക്ക് പോവാണ്. ദേ നീ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് ഗ്രേസിയ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ആ സ്ലാബിലിരുന്ന് കിച്ചണിലിരുന്ന് കഴിച്ചോളാം എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഗ്രേസിയ പറയുന്നുണ്ട്, ദേ നിന്നോട് ഞാൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് നിന്ന് ഭക്ഷണം കഴിക്കരുതെന്ന്. ദേ നിന്നോട് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ദേ ഈ ടേബിൾ വന്നിരുന്ന് കഴിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്കുട്ടി മടിച്ച് ഗ്രേസിയോടും മാമച്ചായൻ്റെയും ഒപ്പം ഇരുന്ന് കഴിക്കാനുള്ള മടി കൊണ്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവിടെ വന്നിരിക്കടി, നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി ഇങ്ങനെ ടേബിളിന് അടുത്ത് വന്ന് നിൽക്കുകയാണ്. അവിടെ ഇരിക്കുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ രേവതിക്കുട്ടി ഒരു ചെയറിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. നിന്ന് പെട്ടെന്ന് കഴിക്ക്, ദേ ഇനി മേലാൽ നിന്നുകൊണ്ട് കഴിക്കുന്നത് ഞാൻ കണ്ടാലുണ്ടല്ലോ എൻ്റെ നിന്ന് നല്ലത് കണക്കിന് കിട്ടും നിനക്ക് എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് നമ്മുടെ ഗ്രേസി ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് നമ്മുടെ രേവതിക്കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്. രേവതിയാണെങ്കിൽ രേവതിക്കുട്ടിയുടെ 2 കണ്ണിൽ നിന്നും ഇങ്ങനെ തുരുതുരാ കണ്ണുനീര് വരുന്നുണ്ട്. എന്തിനാ രേവതി നീ കരയുന്നേ, നീ കരയാണോ എന്ന് ചോദിക്കുകയാണ്. ഇല്ലാന്ന് രേവതിക്കുട്ടി ഇങ്ങനെ സന്തോഷത്തോടെ തലയാട്ടുന്നുണ്ട്.